Good morning. എത്ര പേരായിട്ടുണ്ട്? 36 പേരായിട്ടുണ്ട് അല്ലെ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? യെസ് ആണല്ലേ? ഓക്കെ, കഴിച്ചു. ഞാനും കഴിച്ചു കേട്ടോ. കുട്ടിയാണ് മെസ്സേജ് ഇട്ട് ചോദിച്ചത്, മിസ് കഴിച്ചോന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഓക്കെ. കുട്ടി ഇവിടെ ചോദിച്ചു കഴിച്ചോണ്ടിരിക്കുകയാണോ മിസ്സേ? കഴിച്ചോണ്ടിരിക്കുക മിസ്സേ. ഓക്കെ. ദീപകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. 1-2 കുട്ടികൾ അവരുടെ ഒക്കെ ചോദിക്കുന്നുണ്ട് മിസ് കഴിച്ചോന്ന്. ഞാനും രാവിലെ കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നേ. ഓക്കെ, ഇന്ന് വലിയ മഴയൊന്നും ഇല്ലല്ലോ അല്ലെ? ഇവിടെ അതെ, മഴയൊന്നും ഇല്ല. മഴ ഇന്നില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണ് നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഡയാലിസിസ് അല്ലേ? മഴയാണോ? റിൻജു ജേക്കബ് ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട് മഴയാണെന്ന്. റിൻജു എവിടെ എന്നാ ചോദിച്ചേടാ? ഇവിടെ നിന്നാണ്? ചെങ്ങന്നൂരാണോ? ചെങ്ങന്നൂരിൽ നിന്നാണ് റിൻജു ജോയിൻ ചെയ്തേക്കണം. അവിടെയൊക്കെ നല്ല മഴയാന്നാ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി CRRT കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി നമ്മൾ അഡ്വാൻറ്റേജ് ആണ് അല്ലെ? നിങ്ങളുടെ എത്രയാ? പേജ് നമ്പർ 48 ആണ് കിടക്കുന്നത്. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് അതല്ലേ പറഞ്ഞിട്ട്? ജസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ഓക്കെ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? The following steps can help increase the effectiveness of your dialysis treatment. അപ്പോൾ നമ്മളൊരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുത്തു, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മെ സഹായിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഡയാലിസിസ് മാത്രമല്ല, എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും അത് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു പ്രയോജനം ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ? ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഭക്ഷണം മെഡിസിൻ കഴിക്കണം, ആഹാരത്തിന് മുന്നേ കഴിക്കണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ആ മെഡിസിൻസ് ആ ട്രീറ്റ്മെന്റ് എടുക്കണോണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് പോയിന്റ്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. റെക്കമെൻഡ് ചെയ്തിട്ടുള്ള അപ്പൊ ആ ഷെഡ്യൂൾ എങ്ങനെയാണ് അതനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. പകുതി വഴിക്ക് വെച്ചിട്ട് നിർത്താനോ, ഇപ്പൊ 3 പ്രാവശ്യം ദിവസത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. അവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ എങ്ങനെയാണ് ആ ഷെഡ്യൂളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത നോക്കിയ രണ്ടാമത്തെ പോയിന്റ് എന്താ? എബൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക. എബൈഡ് customized eating plan recommended by dietitian. Customized eating plan recommended by dietitian. ഒരു ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈറ്റിംഗ് പ്ലാന് പാലിക്കുക. അപ്പോ നമ്മളിപ്പോ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് എന്ത് ഫുഡും അങ്ങനെ വാരി വലിച്ചൊന്നും കഴിക്കാൻ പാടില്ല. ഇവൻ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് പോലും കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതുപോലെ ഫുഡ് ആണെങ്കിലും അവർക്ക് കൺട്രോൾഡ് ആണ്. അപ്പൊ അത് ആർക്കടെ ഇതനുസരിച്ച് ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, ഡയറ്റീഷ്യന്റെ ശുപാർശയ്ക്ക് അനുസരിച്ച് അവർക്കിടെ ഡയറ്റ് ഈറ്റിംഗ് പ്ലാന് പാലിക്കണം. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ഉള്ള രീതിയിൽ മാത്രമേ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഒരു ഡയറ്റീഷ്യന്റെ ശുപാർശയ്ക്ക് അനുസരിച്ച് ഈറ്റിംഗ് പ്ലാന് നമ്മൾ പാലിക്കണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഗെറ്റ്സ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി as possible to improve your strength and heart health. എന്താ നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് നമ്മുടെ സ്ട്രെങ്ത്, ഹാർട്ടിന്റെ ഹെൽത്ത്, ആരോഗ്യം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുള്ള
ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. ചെറിയ നടക്കുവോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വല്ല എക്സസൈസുകളോ അങ്ങനെയൊക്കെ നമ്മൾ അതിനോടൊപ്പം ചെയ്യണം. അല്ലാതെ ഈ നമ്മളിപ്പോ ഡാൻസസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുക എന്നല്ല. ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അത് ഡോക്ടർ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ഇത്ര നേരം നടക്കണം, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്, നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യമൊന്നും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് എപ്പോഴും നമ്മളൊരു എക്സസൈസ് ഒക്കെ ഇമ്പോർട്ടന്റാ. അത്യാവശ്യമൊക്കെ നടക്കാനൊക്കെ പോണവരുണ്ടോ? മോർണിംഗ് ഒക്കെ നല്ലൊരു ഇതാണ് മോർണിംഗിലൊക്കെ. ആരും പോണില്ലേ? നടക്കാനൊന്നും പോണില്ലേ നിങ്ങള്? കുറച്ച് പേരുടെ ഹണിയൊക്കെ ഇവിടെ തപ്പിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ തപ്പിട്ടിട്ടുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്, അതായത് ഹാർട്ടിന്റെ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അതും ഡോക്ടർ പറയും. ഇനി നെക്സ്റ്റ് നോക്കി, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ്. ടോണി ഇവിടെ മെസ്സേജ് ചെയ്തിട്ടേക്കാട്ടോ, അടുക്കളയിലൂടെ ഓടുന്നുണ്ടെന്ന്. അടുക്കളയിൽ നമ്മൾ ഓടുന്നതും മിറ്റടിക്കുന്നതും അത് വേറെയല്ലേ. നമ്മൾ എന്തായാലും മോർണിംഗ് രാവിലെ നടക്കുന്നതും അത് വ്യത്യാസമുണ്ട്. അത് നമുക്ക് എക്സസൈസ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. അടുക്കളയുടെ മിറ്റത്തേക്കടെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ടൈം കിട്ടില്ല അല്ലെ. രാവണക്കുട്ടി ഇവിടെ ഇട്ടിട്ടോ, ഞാനും നടക്കാനൊന്നും പോവാറില്ല കേട്ടോ, സമയം കിട്ടാറില്ല. രാവിലെ എനിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം ഇങ്ങോട്ടാ, ആദ്യം തന്നെ അടുക്കളയിലേക്ക് അല്ലേ. നമ്മുടെ ഓട്ടം നമുക്ക് വേഗം അപ്പൊ എന്നാ സമയം ഒന്നും കിട്ടാറില്ല എന്നല്ലേ മെസ്സേജ് ഇട്ടത്. നമ്മള് ഏറ്റവും വഴി അങ്ങോട്ട് ഓടണേ, നമ്മള് അടുക്കളയിലേക്കാണ് നമ്മുടെ ഓട്ടം. പിന്നെ അവിടെ കിടന്നുള്ള ഓട്ടം ഉള്ളൂ അല്ലെ. അല്ലാതെ രാവിലെ ഇപ്പൊ ബോയ്സിനൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, എനിക്ക് വേണമെങ്കിൽ ഇത്രയേരൊക്കെ നടക്കാൻ പോവാം. കുട്ടീനെയൊക്കെ വിടണം. അപ്പൊ ഭക്ഷണമൊക്കെ ശരിയാക്കണം. നമ്മൾ രാവിലെ എനിക്കൊന്ന് നടക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ചിലപ്പോ ആവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓക്കെ, ശരിയാണ്. ഞാനും പോവാറില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളോട് വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കിട്ടാറില്ല. ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ടല്ലോ, അവർക്കൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് നടക്കാനൊക്കെ പോകാം. ഇഷ്ടംപോലെ പേര് മോർണിംഗ് വാക്ക് പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും, ഒരു 5:30 ഒക്കെ എനിക്ക് ഒരു 10-15 മിനിറ്റ് ആണെങ്കിലും നടക്കാന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് തന്നെയാണ്. നമുക്ക് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവല്ലേ നമുക്ക്. നമ്മൾ നടക്കുന്നത് കുറവാണ്, എല്ലാവർക്കും വണ്ടിയുണ്ട് അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാരും മെഷീൻസ് ആണ്. ഇപ്പൊ അധികം വലിയതൊന്നും നമ്മൾ ചെയ്യണല്ലോ അല്ലെ. എന്താ പറയാ, മിറ്റം വരെ അടിക്കല് കുറവാണ്, എങ്കിൽ അരക്കിലില്ല, പൊടിക്കലില്ല, ഇടിക്കലില്ല, ഇതൊന്നുമില്ല. എല്ലാം മിക്സിയും മെഷീനും വാഷിംഗ് മെഷീനൊക്കെയാണ്. അലക്കലില്ല, കിണറിൽ നിന്ന് വെള്ളം കോരുന്നില്ല. ഇങ്ങനെയുള്ള എക്സസൈസ് ഒന്നും നമുക്ക് ശരിക്കും ഇപ്പൊ കിട്ടണില്ല. അപ്പൊ അതുകൊണ്ട് നടത്തം നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. സമയം ഇനിയിപ്പോ നമുക്ക് സമയം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ വല്ല സൺഡേയോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കുന്നതും നല്ലതായിരിക്കും. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഹെൽത്തും കൂടി നോക്കണമല്ലോ. അതന്നെ, എനിക്ക് നടക്കാൻ ഇഷ്ടമാണെന്ന്, പക്ഷെ എന്താ സമയം കിട്ടില്ല. ശരി, ഇപ്പൊ നമ്മൾ ഒട്ടും നടക്കുന്നില്ല. വണ്ടി ഞാനും അതെ, നേരത്തെ എനിക്കെന്ന് പറഞ്ഞാൽ നടന്നാ വന്നോണ്ടിരുന്നേ. കുറച്ച് നാൾ ഇവിടെ വന്നേക്കായി മുന്നേ ഞാൻ സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തതേ. അപ്പൊ സ്കൂളിലേക്ക് രാവിലെ നല്ല ഓട്ടാ. അതും ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് വീടിന്റെ അവിടുന്ന് സ്കൂളിലേക്ക്. ഇപ്പൊ നമ്മുടെ ഈ ഓഫീസിന്റെ കുറച്ച് മുന്നേ ഉള്ള ഒരു സ്കൂളിലായിരുന്നു, CBSE സ്കൂളിലായിരുന്നേ വർക്ക് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അങ്ങനെയാ. അപ്പൊ ഹസ്ബൻഡ് പറയുന്നത് എനിക്ക് നല്ല എക്സസൈസ് ആണ്. രാവിലെ നമുക്ക് 9:30 സ്കൂളിലെത്തണ്ടേ, പിള്ളേരെയൊക്കെ വിട്ടിട്ടാ. പക്ഷെ ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഹസ്ബൻഡിന്റെ നിർബന്ധം കൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. അപ്പൊ 4-വീലറും 2-വീലറും എടുത്തു. പക്ഷെ 4-വീലർ എടുത്തോട്ടില്ല കേട്ടോ, അതവിടെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ 2-വീലർ അപ്പോൾ ചെറിയ വണ്ടി മേടിച്ച് മതി. പിന്നെ ഫുള്ളാവില്ല പോകുന്നത്. ഇങ്ങോട്ട് വരുന്നതൊക്കെ അത് തന്നെയാ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കണില്ല. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടി ഈ ഒരു ഏജിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഇതിനു കൂടി അത് കഴിയുമ്പോ നമ്മൾ എന്തായാലും ഈ വലിയ തിരക്കൊക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ച് ഫ്രീ ഒക്കെ ആവുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് നടക്കാൻ പോവാം. ഓക്കെ, നടക്കണതിന്റെ കാര്യം പറഞ്ഞാൽ, അപ്പൊ ഈ ഡയാലിസിസ് ചെയ്യുമ്പോ നമ്മൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ എന്താ ഇരിക്കണമെന്നൊന്നുമില്ല. ആദ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ, ഹാർട്ടിന്റെ ഹെൽത്ത് ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. അടുത്ത നോക്കിയേ,
Communicate with the dialysis provider and pharmacist about any medication, supplements of herbal products you are taking or are considering starting. ഇനി നമുക്ക് ഈ ഡയാലിസിസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എന്താണ് ആ ഡയാലിസിസ് പ്രൊവൈഡറിനോടോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ ഡോക്ടർ നമ്മളോട് പറയും, എങ്കിലും ഡയാലിസിസ് പ്രൊവൈഡർ ആണെങ്കിലും ഒക്കെ നമുക്ക് പറയും, എങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും മെഡിക്കേഷൻ മരുന്നുകളെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്ട്സ്. ഹെർബൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് പ്ലാന്റ് പ്രൊഡക്റ്റ് ആണ്. ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ്, അതാണ് ഹെർബൽ പ്രൊഡക്ട്സ്. അപ്പൊ അതിനെ സംബന്ധിച്ച് അത് നമ്മൾ എന്തെങ്കിലും യു ആർ ടേക്കിംഗ്, നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ആ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഇങ്ങനെ എന്തെങ്കിലും മെഡിസിൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതൊരു നല്ലൊരു കാര്യമാണ്. Next, okay, talk with the dialysis team about any anxiety or side effects that you may have. ഇനിയിപ്പോ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് പല ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവും, പേടി ഉണ്ടാവും അല്ലെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റുമോ, ഈ കാര്യങ്ങൾ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ആ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം. ഇനി എന്തെങ്കിലും നമുക്ക് പേടിയോ ഉൾക്കണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് അവരുമായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, ഇനി എന്തെങ്കിലും നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം, ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല്, അല്ലാതെ നമുക്കിപ്പോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മളൊരു ഗസ് ചെയ്ത് കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി നമ്മൾ വെക്കണം, എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു ഡയാലിസിസ് നമ്മൾ ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഫലപ്രാപ്തി വർദ്ധിക്കാൻ കാരണമാകും. വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ പോയിന്റ്സ്. ഇനി നോക്കിയേ, ഇനിയിപ്പോ ഡയാലിസിസ് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവാം, സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. പല രീതിയിലായിരിക്കും പല ആളുകൾക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചായിരുന്നോ, നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോന്നും, ഏത് ഡയാലിസിസ് ആണോ, ഹോസ്പിറ്റലിലാണോ, വീട്ടിൽ പോയിട്ടാണോ ചെയ്യുന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് ചോദിച്ചായിരുന്നോ? കുറച്ചും കൂടി നമുക്ക് അവര് കറക്റ്റായി എന്താ പറയാ അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നോക്കിയേ, ആഫ്റ്റർ എഫക്ട്സുകൾ. നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ കുറച്ച് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവാം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. both the kinds of dialysis come with the side effects. ഇപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണെങ്കിലും, ഹീമോഡയാലിസിസ് ആണെങ്കിലും, പെട്രോളിയം ഡയാലിസിസ് ആണെങ്കിലും, CRT ആണെങ്കിലും, നമുക്ക് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണെങ്കിലും കുറച്ച് സൈഡ് എഫക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. It can also be difficult to tell surely whether its symptoms is because of dialysis or kidney failure that is also affecting the body. ഇനി ആ സിംറ്റംസ് കൃത്യമായിട്ട് പറയാനുള്ളത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരാൾക്ക് വരുന്ന രീതിയിലായിരിക്കില്ല വേറെ ആൾക്ക്. അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണ്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എത്രത്തോളം ഉണ്ട് അല്ലെ, അതെങ്ങനെയാണ് നമ്മുടെ ബോഡീനെ അഫക്ട് ചെയ്തേക്കുന്നത്, ഇതിനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ സിംറ്റംസ് നമുക്ക് കൃത്യമായിട്ട് അവിടെ പറയാൻ പറ്റില്ല. അത് വേരി ചെയ്യും, ഓരോ പേഷ്യൻസിലും അത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഇന്ന ആൾക്ക് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഈ ഒരു സിംറ്റംസ് ആണെങ്കിൽ വേറെ ആൾക്ക് അതുപോലെ തന്നെ ആവണമെന്നില്ല. അവർക്കിടെ ഒരു ബോഡി ഇതൊക്കെ വെച്ചിട്ടും കിഡ്നി ഫെയിലിയറിന്റെ എത്രത്തോളം ഇതുണ്ടോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ആ സിംറ്റംസ് ഒക്കെ വ്യത്യാസപ്പെടുന്ന പറഞ്ഞേക്കുന്നത്.
Some of the most common after effects that people tell of includes. അപ്പൊ സാധാരണയായിട്ട് കോമൺ ആയിട്ട് സാധാരണയായിട്ട് ആളുകൾ പറയുന്ന കുറച്ച് ആഫ്റ്റർ എഫക്ട്സുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒന്നാമത് നോക്കിയ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാം? ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നത് ഏതാന്ന് ചോദിക്കാം. ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നത് ഏത്? ഒന്നാമത്തെ നോക്കി, സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്. നമ്മൾ വാസ്കുലർ അസസ് സൈറ്റ് പറഞ്ഞില്ലേ? വാസ്കുലർ അസസ് സൈറ്റ് ബ്ലഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ ആ എൻട്രൻസ് പോയിന്റ് അവിടെ എന്ത് വരാം? തടസ്സം ഉണ്ടാകാം. ഹീമോഡയാലിസിന്റെ ഒരു സൈഡ് എഫക്ട്സ് ആണ് കേട്ടോ. സ്റ്റോപ്പേജ്. സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോക്ക്, തടസ്സം ഉണ്ടാകാം. ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്. വാസ്കുലർ അസസ് സൈറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് പോയിന്റ് അവിടെ എന്താ? ഒരു തടസ്സം ഉണ്ടാകാം. അടുത്തത് മസ്കുലർ സ്പാസം. എന്താ മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേശി രോഗാവസ്ഥ. മസിൽസിന് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കുറയാം. BP. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? കുറയുക. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുക അല്ലെ? ബ്ലഡ് പ്രഷർ കുറയാം, BP കുറയാം. വീക്ക്നെസ്, ഡിസീസ് ഓർ നോസിയ. നമ്മുടെ എന്താ പറയാ, നമുക്ക് മൊത്തം ഒരു വീക്ക് ആവാം. നമുക്ക് ക്ഷീണമൊക്കെ വരാം. ഡിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം വരാം. ഡിസിനസ് തലകറക്കം വരാം. ഓർ നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കാനം, വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഓക്കാനം ഒക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ സൈഡ് എഫക്ട്സിൽ വരുന്നതാണ് കേട്ടോ. വീക്ക്നെസ്, ഡിസീസ് ഓർ നോസിയ. ക്ഷീണം ഉണ്ടാക്കാം, തലകറക്കം വരാം, അതുപോലെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കാം. തലയൊക്കെ കറങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഛർദ്ദിക്കാനൊക്കെ ഒരു ടെൻഡൻസി വരുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാകാം. പിന്നെ ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ബ്ലഡ് ലോസ്. ഇത്രയാണ് ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ വരുന്ന ഏത്, ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസീസ് ഓർ നോസിയ, then ബ്ലഡ് ലോസ്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിന് 2 സിംറ്റംസ് ആണ് പറഞ്ഞേക്കുന്നത്. ആഫ്റ്റർ എഫക്ട്സ് ആണ്, സിംറ്റംസ് അല്ല, ആഫ്റ്റർ എഫക്ട്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഹെർണിയ. ഒന്നാമത്തെ എന്താ? പ്ലീസ് റിപ്പീറ്റ്. ഏതാണ്? HDയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് പറയേണ്ടത്. HD എന്ന് പറഞ്ഞാൽ ഹീമോഡയാലിസിസ്. അപ്പൊ ഹീമോഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിലെ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മള് പനി വന്നു, പനിക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ചു, ചിലർക്ക് ഒരു ചെറിയ അലർജി പോലെ വരാം അല്ലേ? അല്ലെങ്കിൽ തുമ്മല്, അലർജിക്ക് മരുന്ന് കഴിച്ചു, അപ്പൊ വല്ല ചൊറിച്ചില് വരാം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സൈഡ് എഫക്ട്സ് ഒക്കെ വരാറില്ലേ? അതായത് ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ സൈഡ് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരാം. ഇപ്പൊ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സുകളാണ് ഉണ്ടാകുന്നത്? ഒന്നാമത്തെയാണ് നമ്മുടെ എൻട്രൻസ് പോയിന്റ് അല്ലെങ്കിൽ വാസ്കുലർ അസസ് സൈറ്റിൽ ബ്ലോക്ക് ഉണ്ടാവാം. AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ഇതൊക്കെയല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത് ചെയ്യുന്നത്. അപ്പൊ അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എൻട്രൻസ് പോയിന്റ് നമുക്ക് ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ? ആ എൻട്രൻസ് പോയിന്റിൽ നമുക്ക് സ്റ്റോപ്പേജ് ഉണ്ടാക്കാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്. രണ്ടാമത്തെയാണ് മസ്കുലർ സ്പാസം എന്ന് പറയുന്നത്. സ്പാസം, പേശി രോഗാവസ്ഥ. മസിൽസിന് എന്തെങ്കിലും ബലക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെയൊക്കെ വരാം, വീക്കാവോ ഒക്കെ ചെയ്യാം. മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കുറയാം. ഹൈപ്പോ എന്നാ പറഞ്ഞേക്കുന്നത്. BP കുറയാം. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. പിന്നെ അടുത്താണ് വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. നമുക്ക് ക്ഷീണം വരാം. ഡിസിനസ് എന്ന് പറഞ്ഞ എന്താ? തലകറക്കം വരാം. നോസിയ, വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഓക്കാനം വരാം. അടുത്തത് ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ക്ലിയർ ആയോ?
ഇത്രയും HDയുടെ ആഫ്റ്റർ എഫക്ട്സിൽ വരുന്ന എക്സാമിന് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഇനി അടുത്തതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഹെർണിയ. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താ ഹെർണിയ എന്ന് പറഞ്ഞ രോഗം കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ഹെർണിയ മലയാളം എന്താ അതിന്? ഹെർണിയ എന്ന് പറഞ്ഞ എന്താണ്? കുടലിറക്കം എന്ന് പറയും ഹെർണിയ. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് എ ലംപ് ഓർ സ്വെല്ലൻ ആം. അതായത് നമുക്ക് എ ബൾജിങ് ഓഫ് ആൻ ഓർഗൻ ഓർ ടിഷ്യൂ ത്രൂ ആൻ അബ്നോർമൽ ഓപ്പണിംഗ്. അതായത് നമ്മുടെ ഈ പേശി ഭിത്തിയുടെ ബലക്കുറവോ അല്ലെങ്കിൽ അബ്ഡോമൻ വയറിനകത്തുള്ള പ്രഷറൊക്കെ കാരണം നമ്മുടെ ഈ കുടല് പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ, അതാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ എന്ന് പറഞ്ഞ രോഗം കേട്ടിട്ടില്ലേ? നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കുറവ് കൊണ്ടോ മസിൽസിന്റെ അത്രയും നോർമലിന്റെ ആ സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ വയറിനകത്ത് പ്രഷർ ഒക്കെ കാരണം എന്താണ് കുടലുകള് കുറച്ച് തള്ളി വരിക, ബൾജ് ചെയ്ത് വരികയാണ്. അതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് വെയിറ്റ് ഗെയിൻ. വെയിറ്റ് കൂടാം, പെട്ടെന്ന് ഓവർ വെയിറ്റ് പെട്ടെന്ന് വെക്കാം. അത് രണ്ടും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോഴുള്ള ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹീമോഡയാലിസിസിന്റെ സിംറ്റംസിൽ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ രണ്ടെണ്ണം PEDയുടെ എളുപ്പമല്ലേ, രണ്ടെണ്ണം ഇപ്പൊ പഠിച്ചില്ലേ? ഹെർണിയ, വെയിറ്റ് ഗെയിൻ, അത് രണ്ടും പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അത് നോക്കാം അവിടെ നമുക്ക് ഇതിനകത്ത് വന്നതാണോ അല്ലെങ്കിൽ PEDയുടെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നതാണോ എന്നൊക്കെ. ആ രണ്ടെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, ചെറുത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണതാണോ ഇൻക്ലൂഡ് ചെയ്യണതല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാലോ. ഇവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് HD. ഓപ്ഷൻ എ ബ്ലഡ് ലോസ്, ഓപ്ഷൻ ബി മസ്കുലർ സ്പാസം, ഓപ്ഷൻ സി ഹെർണിയ, ഓപ്ഷൻ ഡി സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. HDയുടെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? HDയുടെ സിംറ്റംസ് അല്ലാത്തത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വെച്ചില്ലേ? ഏതാണ് PEDയുടെ ഏതാ? ഹെർണിയ. കറക്റ്റ് ആണ് അല്ലെ? ഓപ്ഷൻ ഹെർണിയ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ടതാണ് കേട്ടോ. അതായത് ഹെർണിയെ വെയിറ്റ് ഗെയിനും അങ്ങ് പഠിച്ചു വെച്ചോ. അത് PEDയുടെ ആണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എഴുതാം. രണ്ടെണ്ണേ പഠിച്ചിട്ടുള്ളൂ, എളുപ്പമാണ്. ഹെർണിയെ വെയിറ്റ് ഗെയിനും. നെക്സ്റ്റ് നോക്കിയേ. ഇനിയിപ്പോ ഈ സിംറ്റംസ് കേട്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പേടി തോന്നിയോ? ഡാൻസ് ചെയ്യാനായിട്ട് പേടി എന്തെങ്കിലും തോന്നിയോ ഈ സിംറ്റംസ് കേട്ടപ്പോ? അയ്യോ ഇങ്ങനെ വരുമോ എന്നുള്ളത്? ഇല്ല, പേടിയില്ല, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ഈവൻ ദോ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് ടെറിഫയിങ്. ഈ ആഫ്റ്റർ ഇഫക്ട്സ് നമുക്കൊരു പേടിപ്പെടുത്തുന്നതാണെങ്കിൽ പോലും they should be compared to the risk that arise from continuing to live with the untreated kidney failure. കണ്ടോ? അപ്പൊ ഈ ആഫ്റ്റർ ഇഫക്ട്സ് കേട്ടോണ്ട് അയ്യോ എനിക്കിത് ഡയാലിസിസ് ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അത് ഒരു റിസ്ക് അല്ലേ? അല്ലേ? ഈ നമുക്ക് ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാതെ നമ്മൾ തുടർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അപകടം, ആ റിസ്കുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നോർമലി നമ്മളത് കിഡ്നിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ അപ്പോഴാണ് നമുക്ക് ബ്ലഡ് ഒക്കെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡയാലിസിസിന്റെ ചെയ്യുന്നതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് കേട്ട് പേടിച്ച് ചെയ്യാതിരിക്കുമ്പോൾ അത് വലിയ റിസ്ക് അല്ലേ? ആള് മരണത്തിന് വരെ ഇടയാക്കും. അപ്പൊ അത്രയും വലിയൊരു കാര്യമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പൊ അത് നമുക്ക് പേടി തോന്നില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ചെറിയ, അതിപ്പോ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഈ പറയുന്ന എല്ലാ സിംറ്റംസും ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ആ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ ആ അസുഖം വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ റിസ്കുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെ അത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് പ്രശ്നമില്ല.
ഓക്കെ, ക്ലിയർ ആണോ അത്? യെസ്. ഇനി അടുത്തതാണ് ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് സെന്റർ എന്താ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊരു ക്ലിനിക്കൽ സ്ഥാപനമാണ്. ദാറ്റ് ട്രീറ്റ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്? ഡയാലിസിസ് സെന്റർ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Sometimes patients with a normal renal function also need dialysis, like patient with some poisoning. ചിലപ്പോ പേഷ്യൻസിന് നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസ് ചിലപ്പോ ഈ ഹീമോഡയാലിസിസ് വേണ്ടി വരാം. ചില പോയിസൺസ് ഉള്ള പേഷ്യൻസിനെ പോലെ ഹീമോഡയാലിസിസ് ചിലപ്പോ വേണ്ടി വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും പോയിസൺ ആയി പമ്പടി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോ നമുക്ക് പെട്ടെന്ന് ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണം അല്ലെ? അപ്പൊ അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചിലപ്പോ അപ്പൊ അവരുടെ നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ളവർക്കും കിഡ്നി ഫംഗ്ഷൻ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ചിലപ്പോ ചില ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാണ്. ഓൾസോ നീഡ് ഹീമോഡയാലിസിസ് ലൈക്ക് പേഷ്യൻസ്. ചില പോയിസൺസ് ഉള്ള പേഷ്യൻസിനെ പോലെ ചിലപ്പോ അവർക്ക് ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം. The dialysis center may act either for both the inpatient and outpatient, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis besides hemodialysis. In a dialysis center acts as either or both the inpatient and outpatient. ചിലപ്പോ ഇൻപേഷ്യന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് സർവീസ്, അല്ലെങ്കിൽ രണ്ടും ഒക്കെ ചെയ്യുന്ന ഡയാലിസിസ് സെന്റർ ഉണ്ട്. either or both the inpatient and outpatient സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകാം. അതിന് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഡയാലിസിസ് സെന്ററിൽ വന്നു ഡയാലിസിസ് ചെയ്തു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. ഇനി ചിലർക്ക് ഇൻപേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട്, അതായത് അവിടെ കിടത്തി തന്നെ ഡയാലിസിസ് ചെയ്യുന്നത്. രണ്ട് ഇതും ഡയാലിസിസ് സെന്റർ രണ്ട് രീതിയിലും ഇൻപേഷ്യന്റ് സർവീസും ഔട്ട്പേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ? റിലേയിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ depending on the medical facility type and may provide. പിന്നെ അതുകൂടാതെ എന്തും കൊടുക്കുന്നുണ്ട്? സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്, അവർക്ക് സ്വന്തമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് തന്നെ ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പൊ ഡയാലിസിസ് സെന്ററിൽ നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ് ഹീമോഡയാലിസിസ്, ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള സെൽഫ് ട്രെയിനിങ്ങും കൂടി ഈ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഡയാലിസിസ് സെന്റർ നമുക്കറിയാം കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അവിടെ ഡയാലിസിസ് സെന്ററിൽ ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട് അല്ലേ? അവിടെ വന്ന് ഡയാലിസിസ് ചെയ്ത് പേഷ്യൻസിനെ വിടുന്നുണ്ട്. ഇനി അവിടെ കിടത്തി ചികിത്സയുമുണ്ട്. അതായത് ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അവിടെ കിടന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഫെസിലിറ്റി രണ്ടും ഈ രണ്ട് സർവീസും ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തിനെ ബേസ് ചെയ്തിട്ടാ? റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി എങ്ങനെയാ? അതായത് അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിപ്പോ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കാം. പിന്നെ അത് കൂടാതെ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും ഈ ഡയാലിസിസ് സെന്റർ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങള്. ഒരു ഡയാലിസിസ് സെന്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വേണം? അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്, അവിടെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഒന്നാമത്തെ എന്താ?
ആ ഡയാലിസിസ് ചെയ്യുന്ന ഏരിയ എങ്ങനെയായിരിക്കണം? സഫിഷ്യന്റ് എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കണം, AC എയർ കണ്ടീഷനിങ്, നല്ല വെന്റിലേഷൻ ഒക്കെ വേണം ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയ എങ്ങനെയായിരിക്കണം? പ്രൊവൈഡഡ് വിത്ത് ദ എയർ കണ്ടീഷനിങ്, നല്ല എയർ കണ്ടീഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഏരിയ ആയിരിക്കണം. നമുക്ക് നോക്കിയേ, each machine should be at the center of an adequate area to permit easy movement of personnel and resuscitation equipments whenever needed. ഇനി ആ മെഷീൻ, അതായത് നമ്മുടെ ഡയാലിസിസ് ചെയ്യില്ലേ, ഡയാലിസിസ് മെഷീൻ, അത് എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കണേ? സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ. ആ റൂമിന്റെ അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഏരിയയുടെ സെന്ററിൽ വെക്കണം. എന്താണ് അങ്ങനെ പറഞ്ഞേക്കണേ? To permit easy movements of personnel. Personnel എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫ് ആണ് കേട്ടോ. PERSONNEL, പേഴ്സണൽ. അപ്പൊ അവിടത്തെ സ്റ്റാഫുകളില്ലേ, അവർക്ക് അതിൽ കൂടി ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് റെസിസിറ്റേഷൻ എക്യുപ്മെന്റ് whenever needed, ആവശ്യമുള്ളപ്പോഴെല്ലാം റെസിസിറ്റേഷൻ, പുനരുജ്ജീവനം അല്ലെ, നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ കൊടുക്കുന്ന എക്യുപ്മെന്റ്സുകള്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം, അല്ലെങ്കിൽ അവർക്ക് ഉണർവ് വരുത്തുന്ന അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് അതിന്റെ അത് വെക്കുന്നതിനും അതെടുക്കുന്നതിനും, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഈ ഡയാലിസിസ് മെഷീൻ എവിടെ വെക്കണം? സെന്ററിലായിരിക്കണം. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഏരിയ, അതായത് ഡയാലിസിസ് ഏരിയയുടെ സെന്ററിൽ തന്നെ വെക്കണം. എങ്കിൽ സെന്ററിൽ അതിരുന്നാൽ നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ സ്റ്റാഫിനൊക്കെ ഈസി ആയിട്ടൊക്കെ നടക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു മൂലക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ പോകാനും ഇതൊക്കെ പാടായിരിക്കും. അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞേക്കണേ കേട്ടോ. ഇനി നോക്കിയേ, the layout must have facility for safeguarding patient privacy. ഇനി ആ ലേഔട്ട് എങ്ങനെയാണ്? എന്തിനുള്ള സൗകര്യം വേണം? safeguarding a patient's privacy. പേഷ്യൻസിന്റെ പ്രൈവസി, സ്വകാര്യത, അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികള്, അങ്ങനെ ആയിരിക്കണം അതിന്റെ ലേഔട്ട്, അതിന്റെ പ്ലാന്. ആ ഏരിയ എങ്ങനെ പ്ലാൻ ചെയ്യണം? പേഷ്യൻസിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികള് ആ രീതിയിലായിരിക്കണം ആ പ്ലാൻ ചെയ്യാനായിട്ട് ലേഔട്ട്. അടുത്തതാണ് ഐസൊലേഷൻ റൂം. ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവരെ ഒറ്റപ്പെട്ട് നിർത്തുക അല്ലെ. ഐസൊലേഷൻ റൂം വേണം. There should be distinct area for dialyzing patient with a condition that need isolation to guarantee safety to patients and the staff in dialysis room. ഡയാലിസിസ് റൂമിലെ പേഷ്യൻസിന്റെയും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ഒക്കെ സുരക്ഷ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഐസൊലേഷൻ റൂം വേണം. അപ്പൊ അവരെ ഒറ്റപ്പെട്ട് നിർത്തുക, ഐസൊലേറ്റ് ചെയ്ത് നിർത്തുകയാണ്, ഒറ്റപ്പെട്ട് നിർത്തുകയാണ്. അപ്പൊ വേറെ ആരുമായിട്ടും അധികം കോണ്ടാക്ട് ഒന്നും ചെയ്യാത്തേക്ക് അങ്ങനെയൊക്കെ നമ്മളൊരു ഐസൊലേഷൻ റൂം വേണം. For dialyzing patient with a condition that need isolation to guarantee. ഇപ്പൊ നമ്മൾ വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ഇതൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് ഈ ഐസൊലേഷൻ റൂമില് ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഏരിയ വേണം. അവര് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ എന്താണ് അവരെ ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഐസൊലേഷൻ വാർഡ് ഒക്കെ കേട്ടിട്ടില്ലേ? ഐസൊലേഷൻ നമ്മള് കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അല്ലെ. ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിർത്താം. അപ്പൊ അവരെ മറ്റുള്ളവരുമായിട്ടൊന്നും അധികം മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് നിർത്താനായിട്ട് അങ്ങനൊരു ഏരിയ വേണം. This area should have a free water supply and a drainage facility. ഇനി ഈ ഏരിയയിൽ എന്തുണ്ടായിരിക്കണം? വാട്ടർ സപ്ലൈ, ആവശ്യത്തിന് വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, ഇതൊക്കെ വെള്ളമൊക്കെ കളയാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. Last നോക്കിയേ, the dialysis center shall exhibit appropriate signage. ഈ ഡയാലിസിസ് സെന്ററിൽ എന്ത് വേണം? അനുയോജ്യമായിട്ടുള്ള സൈനേജുകൾ വേണം. which shall be in at least 2 language. എത്രയാ? അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ് എങ്കിലും എഴുതിയിട്ടുള്ള സൈനേജ് ഈ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. സൈനേജ്
പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഇൻഫോർമേറ്റീവ് ആൻഡ് സേഫ്റ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനും സേഫ്റ്റിക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള സൈനേജുകൾ അതും കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാമോ എന്ന് ഇവിടെ മെസ്സേജ് അന്ന കെ ജോസഫ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് നമ്മുടെ മെഷീനില്ലേ, ഈ ഡയാലിസിസ് മെഷീന് സൈനേജ് മീൻസ് എന്ന് വെച്ചാൽ അടയാളങ്ങള്. ഇപ്പൊ നമ്മള് എന്താ ഈ റേഡിയോളജിയിലൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ നമുക്ക് ഹൈലി റേഡിയേറ്റഡ് ഏരിയ, നമ്മൾ അങ്ങനെ എന്തെങ്കിലും വാർണിംഗ് ഒക്കെ കൊടുക്കാനായിട്ടേ അവർക്ക്, അത് പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അടയാളങ്ങള്, സൈൻ ബോർഡുകൾ, അതാണ് സൈനേജ് എന്ന് പറയുന്നത്. നോ സ്മോക്കിംഗ്, അവിടെ പുകവലിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയില്ലേ, സൈൻ ബോർഡുകളാണ്. ഇപ്പൊ നമ്മൾ ഏതാണ് ലബോറട്ടറി ഒക്കെ പഠിച്ചപ്പോ കുറച്ച് സൈൻ ബോർഡുകളൊക്കെ സിംബലുകളൊക്കെ പഠിച്ചില്ലേ, അതുപോലെ അങ്ങനെയുള്ള ഒരു സൈൻ ബോർഡുകളും പ്രദർശിപ്പിക്കേണ്ട ഡയാലിസിസ് സെന്ററിൽ. അപ്പൊ അവർക്ക് ഡയാലിസിസ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാനാവാം, അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസിന്റെ സേഫ്റ്റിക്കാകാം, അതൊക്കെ അറിയാവുന്ന രീതി, അതൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സൈൻ ബോർഡുകൾ അല്ലെങ്കിൽ സൈനേജും ഈ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം, അതും വേണം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്, ഡയാലിസിസ് സെന്ററിലെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഈ മെഷീനില്ലേ, അതായത് ഡയാലിസിസ് മെഷീന് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഏരിയയുടെ സെന്ററിൽ വെക്കണം, സെന്ററിലായിരിക്കണം. മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ. അവർക്ക് അനുവദിച്ചിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആ ഏരിയയുടെ സെന്ററിൽ വെക്കണം, സെന്ററിലായിരിക്കണം. അപ്പൊ എന്തിനു വേണ്ടിയാ? അപ്പൊ അങ്ങനെ സെന്ററിൽ വെക്കുമ്പോ അതിന്റെ 4 വശവും സ്ഥലം ഉണ്ടാവില്ലേ, അപ്പൊ അതിൽ കൂടെ സ്റ്റാഫിനൊക്കെ ഈസി ആയിട്ട്, പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫാണ് കേട്ടോ, ഈസി പെർമിറ്റ് അനുവദിക്കുന്നു, ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ, സ്റ്റാഫിന്റെ ഒക്കെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ്സ് അത് സാധ്യമാക്കുന്നു. ആൻഡ് റെസിസിറ്റേഷൻ, റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവനം, ഡിഫിബ്രിലേറ്റർ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ല, റെസിസിറ്റേഷൻ ഇതൊക്കെ പുനരുജ്ജീവനം അല്ലെങ്കിൽ അവർക്ക് ഉണർവ് വരുത്തുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് അതൊക്കെ ആവശ്യമുള്ളപ്പോഴൊക്കെ അത് അനുവദിക്കാനും, അതുപോലെ ആ സ്റ്റാഫിന്റെ മൂവ്മെന്റ്, ഈസി മൂവ്മെന്റ്സ് ഇതൊക്കെ സാധ്യമാക്കാനും ഒക്കെ ആ മെഷീൻ സെന്ററിലായിരിക്കണം, ആ ഒരു ഏരിയയുടെ സെന്ററിലായിരിക്കണം മെഷീൻ വെക്കാൻ. ക്ലിയർ ആയോ? നമുക്ക് ഈസി ആയിട്ട് അതിൽ കൂടെ സ്റ്റാഫിനൊക്കെ ചുറ്റും നടക്കാനും ഈ മെഷീൻസ് സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ എടുക്കാനും ഒക്കെ പറ്റൂലേ, അതുകൊണ്ട് ഒരു സെന്ററിൽ വെക്കണം. പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. മിന്റു ആണോ ചോദിച്ചത്? ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പോയിന്റ്സുകൾ പറയുമ്പോഴാണെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ 5 പോയിന്റ്സ് ഓക്കെയാണോ എന്ന്. ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രോപ്പർ എയർ കണ്ടീഷനിങ് വേണം. ഒന്നാമത്തത് എയർ കണ്ടീഷനിങ് വേണം. രണ്ടാമത്തെ മെഷീൻ എവിടെ ആയിരിക്കണം? സെന്ററിലായിരിക്കണം, ആ ഏരിയയുടെ സെന്ററിലായിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? നമുക്ക് ലേഔട്ടില് എന്ത് വേണം? പേഷ്യൻസിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികൾ വേണം. ആ ലേഔട്ട് ആ പ്ലാനിൽ അങ്ങനെ ആയിരിക്കണം. പിന്നെ ഒരു ഐസൊലേഷൻ റൂം വേണം. പിന്നെയാണ് ഈ എന്ത് വേണം? സൈനേജുകൾ അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ ഡയാലിസിസ് സെന്ററിൽ എന്താണ്? ഇതാണ് ഇമ്പോർട്ടന്റ്, പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേര് കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് ഡയാലിസിസ് സെന്ററിൽ എന്ത് ചെയ്യണം? ഷാൽ എക്സിബിറ്റ് അപ്രോപ്രിയേറ്റ് സൈനേജും വേണം. അത് എങ്ങനെ വേണം? അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജ് എഴുതിയുണ്ട് കേട്ടോ അവിടെ. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജുകൾ ഇവിടെ നമ്മുടെ മാതൃഭാഷ വേണം, അത് കൂടാതെ ഒരു ഇത് വേണം. അപ്പൊ നമ്മുടെ ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും എന്താണ് മലയാളം ഇംഗ്ലീഷ് എഴുതും. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള മിക്ക സൈൻ ബോർഡുകളും അങ്ങനെയായിരിക്കും അല്ലെ, എല്ലാവർക്കും വായിച്ച് മനസ്സിലാവണ്ടേ. അതുകൊണ്ട് നോർമലി 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകളും വേണം. നിങ്ങൾ ഇത് ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാനായിട്ട് ഇത് ഫുള്ള് പഠിക്കേണ്ട ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ്. ഒന്നാം നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തു നോക്കിയേ, എയർ കണ്ടീഷനിങ് ആണ് ആദ്യം പറഞ്ഞത് അല്ലെ.
പിന്നെ മിഷൻ സെന്ററിൽ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? പേഷ്യന്റിന്റെ പ്രൈവസി അത് സംരക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഐസൊലേഷൻ റൂമിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്താണ്? അപ്രോപ്രിയേറ്റ് സൈൻ ബോർഡുകളും വേണമെന്ന് പറഞ്ഞു. 5 എണ്ണം പഠിച്ചില്ലേ നിങ്ങള്? ഓക്കെ, അങ്ങനെ ഓർത്ത് പറയാൻ പറ്റില്ലേ? അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി നിങ്ങള്. അപ്പൊ ഇപ്പൊ എക്സാമിനാണെങ്കിൽ ഓപ്ഷൻസ് ഇത് ഫുള്ളും ഉണ്ടാവുമല്ലോ ഓപ്ഷൻസ് തരുമ്പോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോ സിമ്പിൾ ആയിട്ട് അത് എഴുതാൻ പറ്റും, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ആ രീതിയിലൊന്ന് മനസ്സിൽ ഓർത്ത് പോയേ. എയർ കണ്ടീഷനിങ് മിഷൻ സെന്ററിൽ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ പേഷ്യന്റിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഐസൊലേഷൻ റൂമിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ലാസ്റ്റത്തെ സൈൻ ബോർഡ്, അത് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡ് ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം വേണം. ഓക്കെ അല്ലേ? ഇനി ആരും മറക്കില്ല. ഇനി ഇതുപോലെ കുറച്ച് പോയിന്റ്സ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഡയാലിസിസ് ഏരിയ ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യന്റ് and his or her representative or relative has the following rights with regard to dialysis center. അവിടെ ഒന്ന് നോക്കി നിങ്ങളുടെ ടെക്സ്റ്റില് ഡയാലിസിസ് സെന്റർ എന്നില്ലേ? ആ സെന്റൻസില് ഡയാലിസിസ് സെന്റർ. അപ്പൊ ഒരു ഡയാലിസിസ് സെന്ററുമായി ഉണ്ട്. ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേഷ്യൻസിനോ അല്ലെങ്കിൽ അവർക്കിടെ റെപ്രസെന്റേറ്റീവ്സ് ഓർ റിലേറ്റീവ്സിനൊക്കെ എന്തുണ്ട്? ചില അവകാശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ട ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉറപ്പുവരുത്തേണ്ട. ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനോ അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ ചില അവകാശങ്ങളുണ്ട്. അത് ആര് ഉറപ്പുവരുത്തണം? അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഭരണ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ഉറപ്പുവരുത്തേണ്ടത്. ഒന്നാമത്തെ നോക്കിയേ, provide ample information about the nature, cause of. ample എന്ന് പറഞ്ഞാൽ മതിയായ, ആവശ്യത്തിന്, adequate തന്നെ ഒരു മീനിങ് കേട്ടോ. adequate, ample, മതിയായ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കൊടുക്കണമെന്ന്. ഓക്കെ, എന്തിനെ കുറിച്ച്? about the nature, സ്വഭാവം, കോസ് കാരണം, ഇല്ലസ് രോഗങ്ങള്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ അത് നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ആ പേഷ്യൻസിനൊക്കെ മതിയായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. അതാണ് ഉറപ്പുവരുത്തണം, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഒരു ഡയാലിസിസ് സെന്ററിൽ നിന്ന് നമുക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. ആംബിൾ എന്ന് പറഞ്ഞാൽ ആഡിക്വേറ്റ്, മതിയായ ആവശ്യത്തിന് ഇൻഫർമേഷൻ കൊടുക്കണം. ഈ എന്താണ് നേച്ചർ, എന്താണ് ഈ രോഗത്തിന്റെ കാരണം, എന്താണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആവശ്യത്തിന് അഡിക്വേറ്റ് ഇൻഫർമേഷൻ, മതിയായ ഇൻഫർമേഷൻ കൊടുക്കണം. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത് നോക്കിയേ, patient has the right എന്നല്ലേ അത്, right to know the bills, so the expected cost of treatment should be discussed before the treatment. ഇനി എന്താ അടുത്തൊരു കാര്യം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്? എന്താ? patient has the right to know the bills, so expected, പ്രതീക്ഷിക്കുന്ന ബില്ല് എത്രയാണെന്നുള്ളത് പേഷ്യൻസിനോട് പറയണം അല്ലെ. ആ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് എത്രയാകും എന്നുള്ളത് പേഷ്യൻസിനോട് പറയണം. ഷുഡ് ബി ഡിസ്കസ്ഡ് എപ്പോഴാ? ബിഫോർ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന് മുന്നേ. മിക്കതും പറയാറില്ലേ നമ്മളോട്,
ട്രീറ്റ്മെന്റ് പറയുമ്പോ എത്ര കോസ്റ്റ് ആകും എന്ന് മുൻകൂട്ടി പറയും. നമുക്കറിയണ്ടേ എത്ര രൂപയാകും എന്നൊക്കെ. അല്ലാതെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞു എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ബില്ല് അങ്ങോട്ട് ഒരു 50,000 രൂപ ബില്ല് അടിച്ചു തന്നാൽ നമുക്ക് പറയാൻ പാടില്ലേ, നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല ഇത്ര രൂപയാവുന്ന, എന്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ആ കോസ്റ്റ്, എക്സ്പെക്ടഡ് കോസ്റ്റ് ഇത്ര രൂപ ചെലവാകും എന്നുള്ള കാര്യം പറയണം. അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം, പേഷ്യൻസിനെ അറിയിച്ചിട്ടില്ലേ എന്നുള്ള കാര്യം. അതങ്ങനെയാണ് ആ റൂള് അല്ലെ. ഹോസ്പിറ്റലിൽ അങ്ങനെ പറയാറില്ലേ, ഇപ്പൊ ഒരു സർജറി പ്ലാൻ ചെയ്തു, അവര് പറയും 30,000 രൂപയാകും സർജറിക്ക്. അപ്പൊ നമ്മൾ അത് കരുതണം അല്ലെ, അത് ചെയ്യാം. അല്ലാതെ സർജറിയും കഴിഞ്ഞ് ബില്ല് അടിച്ച് ലാസ്റ്റ് 30,000 രൂപ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലോ, അപ്പൊ നമ്മളത് മുൻകൂട്ടി കരുതണം. നമുക്കത് അറിയാനുള്ള അവകാശമുണ്ട്. ട്രീറ്റ്മെന്റ് എന്താണെന്നും എത്ര രൂപയാകുമെന്നും ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് അത് ഡയാലിസിസ് സെന്ററിൽ നിന്ന് പേഷ്യൻസിന് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ എന്നൊക്കെ ആര് ഉറപ്പുവരുത്തിക്കൊള്ളണം? അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യണം. ട്രീറ്റ്മെന്റിന്റെ പ്രതീക്ഷിക്കുന്ന കോസ്റ്റ് എത്രയാണെന്ന് ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യണം. ഇനി അടുത്ത് നോക്കിയേ, ടു ഇൻഫോംഡ് കോൺസെന്റ്. കോൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതാണ് കേട്ടോ. CONSENT കൺസെന്റ് ഫോം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൺസെന്റ് ഫോം, സമ്മത പത്രം കൊടുക്കൂലേ? ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്. എക്സാമ്പിൾ പറയാണ് സർജറി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റോ ട്രീറ്റ്മെന്റോ ഒക്കെ പറയുമ്പോൾ അതിന് മുന്നേ തന്നെ സമ്മതം വാങ്ങണം. സർജറി ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്യാൻ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് പേഷ്യന്റിനെ കൊണ്ടും അവർക്കുടെ റിലേറ്റീവിനെ കൊണ്ടൊക്കെ സൈൻ ചെയ്ത് മേടിക്കൂലേ? അവർക്കുടെ മുൻകൂർ സമ്മതപത്രം അത് മേടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പിന്നെയോ ഡോക്ടർ വന്നു നോക്കി ആ സർജറി അങ്ങ് ചെയ്തു. അപ്പൊ എന്തെങ്കിലും ബൈ ചാൻസ് എന്നല്ല, എന്ത് സംഭവിച്ചാലും പിന്നെ എന്താ പറയാ, നമുക്ക് പറയാൻ പാടില്ലേ ആര് പറഞ്ഞു ചെയ്യാൻ, ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ അല്ലെ? ഡോക്ടർ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താലേ അവിടെ പ്രശ്നമാവൂലേ? അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും എന്ത് വേണം, ആ ഒരു കോൺസെന്റ്, സമ്മതം അത് മുന്നേ തന്നെ എന്താ പറയാ, ആ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് പ്രയർ എന്ന് പറഞ്ഞ മുമ്പ് തന്നെ ആ സമ്മതം നമ്മൾ മേടിക്കണം. അത് അഡ്മിനിസ്ട്രേഷൻ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴ് അല്ലെ, എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും സൈൻ ചെയ്ത് മേടിക്കും. ഇപ്പൊ ഈ ആൻജിയോഗ്രാം അല്ലെ അതൊക്കെ ചെയ്യുമ്പോൾ, ആൻജിയോപ്ലാസ്റ്റി എന്ത് സർജറിക്ക് ആണെങ്കിലും നമ്മളെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കാറുണ്ട് അല്ലെ. അതിനിപ്പോ ഒരു 8 മാസത്തോളമായി ചെറിയൊരു നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പൊ ജസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഒന്ന് ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബ്ലഡ് കുറച്ചിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നില്ല, അത് സക്ക് ചെയ്തെടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എന്നെ വിളിച്ച് ഞാൻ ഡോക്ടറിനെ കയറി കണ്ട്, അപ്പൊ ഡോക്ടർ എന്നെ കാണിച്ചു തന്നു, അത് ഹാർട്ടിന്റെ ഇമേജ് കാണിച്ചു തന്നു. അപ്പൊ കുറച്ച് വന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് ബ്ലഡ് എത്തുന്നില്ല, അതായത് ആ മെയിൻ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച കാര്യം, ഞാനും അമ്മേന്റെ അന്യ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലില്, എന്റെ ബ്രദർ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഇല്ല ആള്. അപ്പൊ പെട്ടെന്ന് ഡോക്ടർ, അപ്പൊ ഞാൻ എനിക്കും പെട്ടെന്ന് ഞാൻ ഒരു ടെൻഷനായി പോയി, പാനിക്കായി, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇതുപോലെ ഒരു ലെക്ചർ നമ്മളെ കൊണ്ട്, അപ്പൊ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തേന്ന് ഞാൻ പറയേ കേട്ടോ. അപ്പൊ അങ്ങനെ സൈൻ ചെയ്ത് മേടിച്ചു എന്ന് പറയേ. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്കും ഉണ്ടാവും അല്ലെ, നിങ്ങളും അങ്ങനെ സൈനൊക്കെ ചെയ്ത് കൊടുക്കേണ്ടാവുന്നിട്ടുണ്ടോ അല്ലേ? അപ്പൊ നമ്മൾ എന്തായാലും അവർക്കൊരു ഉറപ്പിന് വേണ്ടിയാ. ഇനി അഥവാ എന്ത് പറ്റിപ്പോയാലും അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. അതായത് നമ്മുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സർജറി ചെയ്യുന്നത് അല്ലേ? വായിച്ചു നോക്കിയാൽ അറിയാം, അതിനകത്ത് നമ്മൾ ആ ഒരു രീതിക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അത് ആരും ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ഒക്കെ പറയുമ്പോൾ അതിന് മുന്നേ തന്നെ സമ്മതം അത് വേണം. പിന്നെ അടുത്ത് നോക്കിയേ, 4ാമത്തെ പോയിന്റ് എന്താ? ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻഡ് പ്രോപ്പർ
clinician of patient choice with the records and information being provided by treating the hospital. ഇപ്പൊ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ, ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ല, നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്, ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഇനിയിപ്പോ വേറെ എവിടെന്നെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോണോ, വേറെ ഡോക്ടറെ കാണിക്കോ, അതൊക്കെ ആർക്കുടെ പേഷ്യന്റിന്റെ ചോയ്സ് ആണ് അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ ആ റെക്കോർഡ്സ്, അവർ നൽകുന്ന രേഖകളും അങ്ങനെ ഉചിതമായിട്ടുള്ള അതൊക്കെ ഉൾപ്പെടെ ആ ഒരു പേഷ്യന്റിന്റെ ചോയ്സ് അതനുസരിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. അതും അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നു. അല്ലാതെ നിർബന്ധിച്ച് നമ്മൾ അവിടെ ചെയ്യല്ല. നമ്മളിപ്പോ അങ്ങനെയുണ്ടല്ലോ അല്ലെ, നമ്മൾ റെഫർ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു ഇതുകൊണ്ട് വേറെ സ്ഥലത്തായിട്ടൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും എന്നൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവാറില്ലേ. ആ ഒരു സെക്കൻഡ് ഒപ്പീനിയനുള്ള ഒരു ഇതുണ്ട് പേഷ്യന്റിന്. അപ്പൊ ഇവിടെ തന്നെ വേണോ, അല്ലെങ്കിൽ അടുത്തത് ഇനിയിപ്പോ ഇത് വേണ്ട, അത് വേറെ എവിടെയെങ്കിലും ഒന്നുകൂടി കാണിക്കണം, അത് ആ ഒരു ഇത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നു. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയേ, ടു കീപ് പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. ഇനി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യൂലേ, ആ സമയത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്, പ്രൈവസി അവരുടെ സ്വകാര്യത, ഹ്യൂമൻ ഡിഗ്നിറ്റി അന്തസ്, ഇതെല്ലാം എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അല്ലാതെ അവരോടൊരു മോശമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പാടില്ല. അവർക്ക് സ്വകാര്യതയും അവരുടെ അന്തസ്സും ഒക്കെ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ കീപ്പ് ചെയ്യണം. അതാര്, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. To non-discrimination about the treatment and the behavior on the basis of disease like HIV. ഇനി HIV പോലുള്ള രോഗങ്ങള് അതിന്റെ ബേസില് ഈ ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവരോടുള്ള ബിഹേവിയറിലോ ഒന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിവേചനം. നിങ്ങൾ അവിടെ നിൽക്കുക, HIV പേഷ്യന്റ് അല്ലേ, ആ ഒരു മൈൻഡില് നമ്മൾ കാണാൻ പാടില്ല. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ പേഷ്യൻസും ഒരുപോലെയാണ് അല്ലെ, എല്ലാവരും ഒരുപോലെയാണ്. ഈ ഒരു HIV എന്നുള്ള ഒരു അതിന്റെ ബേസിലൊന്നും അവരോട് ട്രീറ്റ്മെന്റില് ഇനി എന്തെങ്കിലും ഒരു തരത്തിരിവോ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തില് ഒരു വിവേചനോ ഒന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന്, ഡയാലിസിസ് സെന്ററിൽ നിന്ന് അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കുന്നില്ല എന്ന് ആ ഒരു ഉറപ്പുവരുത്തണം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അതായത് എല്ലാ പേഷ്യൻസിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, എല്ലാവരെയും ഒരുപോലെ അവരോടുള്ള പെരുമാറ്റവും ബിഹേവിയറും എങ്ങനെയായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ പാടില്ല. ഓക്കെ ആണോ? ഡിസ്ക്രിമിനേഷൻ പാടില്ല. HIV എന്ന് പറഞ്ഞാൽ ഇപ്പൊ HIV പേഷ്യന്റ് അല്ലേ, അത്രയും മതി, അത് കുറച്ച് മതി, സാധാരണ ഉള്ളവർക്ക് കൊടുക്കണ പോലെ വേണ്ട, കുറച്ച് കൊടുത്താൽ മതി, അങ്ങനെ പറ്റുമോ? അത് പാടില്ല. എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ആയിരിക്കണം. അപ്പൊ HIV പേഷ്യൻസ് എന്ന നിലയിൽ അവരോട് ഒരു വിവേചന ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലോ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ഇനി അടുത്ത നോക്കി, ഏഴാമത്തെ പോയിന്റ്, ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ. റിട്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? റിട്രസൽ, പരിഹാരം. ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ പരാതിയാണ് കേട്ടോ, പരാതി. Based on services provided by the establishment. ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനം, ഇവിടെ ഡയാലിസിസ് സെന്റർ, അപ്പൊ ആ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്, ആ ഒരു സ്ഥാപനം ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെ, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. അതും അഡ്മിനിസ്ട്രേഷന് ഉറപ്പുവരുത്തണം. To try to find redressal in the case of grievance. അറിയില്ലാത്തവരൊന്ന് മീനിങ് ഒന്ന് എഴുതി വെച്ചോളണം കേട്ടോ. എന്താ ഗ്രീവിയൻസ്? പരാതി. റിട്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഹാരം. എന്ത് നമ്മൾ കാണണം? എന്താണ് ഐശ്വര്യക്കുട്ടി കണ്ണീരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ അങ്ങനെയുള്ള ഇമോജി കിട്ടണം, തീർന്നു പോയിട്ടാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഓക്കെ ആണോ? മനസ്സിലായിട്ടാണോ? എന്തുകൊണ്ടാണ് ആ പറഞ്ഞൊക്കെ ചെറിയ സങ്കടം തന്നെ? ക്വസ്റ്റ്യൻസ് തീരാറായോണ്ടാണോ? ഇനി ഇച്ചിരി കൂടി ഉള്ളതേ തീർന്നു. നമ്മള് രണ്ട് ഒരു ടോപ്പിക് കൂടി ഉള്ളൂ.
മനസ്സിലായില്ലേ? ഫോർത്ത് പോയിന്റ് ഞാൻ പറയാലോ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. To try to find redressal. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പരാതിക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം. എന്ത്? ആ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇപ്പൊ മര്യാദയ്ക്ക് നോക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോണില് മെസ്സേജ് ഇട്ടല്ല അതിന്റെ ഇടയ്ക്ക്. ഓക്കെ, എന്തായാലും ആ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇല്ലേ, ആ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. അങ്ങനെ ചെയ്യുന്നില്ലെന്ന് ആര് ഉറപ്പുവരുത്തിക്കൊള്ളണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ നോക്കിയേ? ഒന്നുകൂടി പെട്ടെന്ന് പറയാട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയാം. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കണേ, നമ്മൾ ആ രോഗമില്ലേ, രോഗത്തിന്റെ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, ആ രോഗത്തിന്റെ കാരണം, ഇനി അത് നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ കെയർ, പിന്നെ എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ ആ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പേഷ്യൻസിന് കൊടുക്കണം. അല്ലാതെ പേഷ്യൻസിന് അറിയാതെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ, ഇപ്പൊ രോഗം എന്താണെന്നും അതിന്റെ നേച്ചർ എന്താണെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കെയർ എന്നും റിസൾട്ട്, ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, ഇതിപ്പോ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, ഈ കോംപ്ലിക്കേഷൻ സാധ്യത എന്തെങ്കിലും ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതേക്കുറിച്ചുള്ള ആംപിൾ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ആഡിക്കേറ്റ്, മതിയായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആര്? ഡയാലിസിസ് സെന്ററിൽ നിന്ന് പേഷ്യൻസിന്. ഫോണില് ഐശ്വര്യക്കുട്ടി ഇട്ടേക്കാട്ടോ, ഫോണില് മോൻ കളിച്ചതാണ്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഓർത്ത് എന്ത് വെച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ നമ്മുടെ ആ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് എന്താണ് ആ രോഗങ്ങളെ കുറിച്ചും അതിനുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ആ ഡയാലിസിസ് സെന്ററിൽ നിന്ന് അങ്ങനെ പേഷ്യൻസിന് മതിയായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നില്ലേന്ന് ആരും ഉറപ്പുവരുത്തിക്കൊള്ളണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെ അടുത്ത രണ്ടാമത്തേല് പറഞ്ഞത് നമ്മള് ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ എക്സ്പെക്ടഡ് കോസ്റ്റ്, ഇത്ര രൂപ ചെലവാകും എന്നുള്ള കാര്യം പേഷ്യൻസിനോട് അറിയിക്കണം. അത് അങ്ങനെ ഡയാലിസിസ് സെന്റർ ചെയ്യുന്നില്ലേന്ന് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഇനി അടുത്തത് എന്താണ് പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ സർജറി കാര്യങ്ങള്, അങ്ങനെ സ്പെസിഫിക് ടെസ്റ്റ്, ട്രീറ്റ്മെന്റ്, അതിന്റെ ആ ഒരു മുൻകൂർ സമ്മതം, പേഷ്യൻസിൽ നിന്നുള്ള ഒരു സമ്മതം അത് വാങ്ങണം. അത് എന്താണ്? പേഷ്യൻസിനെ അറിയിച്ച് അവരുടെ സമ്മതം കൂടി വാങ്ങണം. അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, നമുക്കിപ്പോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി അത് തന്നെ ചെയ്യണമെന്നില്ല. ഈ പേഷ്യൻസിലെ കോൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മതം എന്നാണ് കേട്ടോ. CONSENT, കൺസെന്റ്. കൺസെന്റ് എന്ന് പറഞ്ഞു, കൺസെന്റ് സമ്മതം. സമ്മതം ആ ലെറ്റർ എഴുതിച്ച് ഞാൻ പറഞ്ഞില്ലേ സൈൻ ചെയ്യിക്കുന്ന, അത് നമ്മുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കണം എന്ന്. ആ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണതൊക്കെ, ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ടെസ്റ്റ്, അല്ലാതെ ഡോക്ടർ ചുമ്മാ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യല്ല, ആ ട്രീറ്റ്മെന്റ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മുടെയും കൂടി സമ്മതത്തോടു കൂടി ആയിരിക്കണം. ആ ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ സമ്മതമാണെന്ന് പറഞ്ഞ് നമ്മളുടെ ആ ഒരു സമ്മതം വേണം. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിരിക്കണ, ഈ നമുക്ക് ഈ പേഷ്യൻസിന് ചോയ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യുന്നില്ല. അപ്പൊ നമുക്കിപ്പോ നിരവിധ റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ അവിടെ അവിടുത്തെ വിവരങ്ങളും ആ റെക്കോർഡ്സും ഇല്ലോ, നമ്മുടെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ. അപ്പൊ നമുക്ക് പേഷ്യൻസിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, വേറെ ഇനിയിപ്പോ ഒരു ക്ലിനിഷ്യനെ കാണണം, അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അതിന് എന്ത് പേഷ്യൻസിന് റൈറ്റ് ഉണ്ട്. അല്ലാതെ അത് തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പറയുകയാണ് എനിക്ക് വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഡോക്ടറിനെ കാണണമെന്ന് നമ്മുടെ പേഷ്യൻസോ റിലേറ്റീവ്സോ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അനുവദിക്കണം. അല്ലാതെ അവിടെ തന്നെ പറ്റുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ആ ഒരു സെക്കൻഡ് പേഷ്യൻസിന്റെ ചോയ്സ് ഉണ്ട് അവർക്ക്, അതനുസരിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അവരോട് ചോദിക്കണം. ഓക്കെ, ക്ലിയർ ആണ് അതോ? ടു സീക്ക് ചെയ്യാന്ന് വെച്ചാൽ ചോദിക്കുക, അന്വേഷിക്കുക. സെക്കൻഡ് ഒപ്പീനിയൻ ആർക്കടെയാണ്? പ്രോപ്പർ ക്ലിനിഷൻ ഓഫ് പേഷ്യന്റ് ചോയ്സ്, പേഷ്യന്റിന്റെ ചോയ്സിന്റെ
വിളിച്ച് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അവരോട് ചോദിക്കണം. അല്ലാതെ സ്വന്തം ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇഷ്ടത്തിന് മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്തത് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പ്രൈവസി, സ്വകാര്യതയും ഹ്യൂമൻ ഡിഗ്നിറ്റി, മാനുഷിക അന്തസ്സും അത് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ട്രീറ്റ്മെന്റ്. ആ സമയത്ത് നമ്മളോട് മോശമായിട്ട് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. പിന്നെ അടുത്ത പോയിന്റില് HIV പോലെയുള്ള ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ് അല്ലാതെ നമ്മളോട് ഒരു മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല അവിടെ നിന്നൊക്കെ. അപ്പൊ അത് അഡ്മിനിസ്ട്രേഷൻ തന്നെ ഉറപ്പുവരുത്തണം. നമ്മുടെ പ്രൈവസീനെ സൂക്ഷിക്കണം, ഹ്യൂമൻ ഡിഗ്നിറ്റി, മാനുഷിക അന്തസ്, ഇതൊക്കെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ കീപ്പ് ചെയ്യണം. പിന്നെ HIV പോലുള്ള ഡിസീസ് അതിന്റെ ബേസിൽ ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ്, ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇല്ലേ, അതിന്റെ ബേസിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും കണ്ടെത്തണം. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചോ കേട്ടോ. ഇനി നെക്സ്റ്റ് നാളെ ഉണ്ടല്ലോ, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് നാളെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ.